ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഫെബ്രുവരി മാസം 16-ാം തീയതി സൂററ്റിനടുത്ത് പാസ്റ്റർ രാജു തോമസ് നേതൃത്വം നൽകുന്ന ഫെലോഷിപ്പിൻ്റെ കൺവെൻഷനിൽ സംസാരിക്കുവാനായി വന്നിരിക്കുകയാണ്. ഇന്നലെയാണ് ഇവിടെ എത്തിയത്. ഇന്ന് 5000-ലധികം ആളുകൾ ആ മീറ്റിങ്ങിൽ സംബന്ധിച്ചിരുന്നു എന്ന് തോന്നുന്നു. വളരെ പ്രത്യേകതയുള്ള ഒരു അനുഭവമാണ് ദൈവം ഇവിടെ നൽകിയത്. 40 വർഷങ്ങൾക്ക് മുൻപ് പാസ്റ്റർ രാജു തോമസ് ഭാഷയറിയാതെ പണമില്ലാതെ ഈ സ്ഥലത്തെത്തിയതാണ്. താമസിക്കുവാൻ സൗകര്യങ്ങളൊന്നും ലഭിക്കാതെ, പരിചയങ്ങളൊന്നുമില്ലാതെ ഈ നാട്ടിലെത്തി. വിശ്വാസികളില്ല. എന്നാൽ താൻ ഈ നാട്ടിൽ താമസിച്ചു, പ്രാർത്ഥിച്ചു, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അശുദ്ധാത്മാക്കളാൽ പീഡിപ്പിക്കപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അവരെ അത്ഭുതകരമായി സൗഖ്യമാക്കി. അങ്ങനെ ആയിരക്കണക്കിന് ആത്മാക്കളെ കർത്താവ് നൽകി. 5000 പേർ കൂടുന്ന ഈ മീറ്റിംഗ്, അവിടെ ബഹളങ്ങളൊന്നും കണ്ടില്ല. കമ്മിറ്റിക്കാർ ആളുകളിക്കാൻ നോക്കുന്നതൊന്നും കണ്ടില്ല. എല്ലാം ശാന്തമായി അവിടെ നടക്കുന്നു. വലിയ കഴിവുള്ളവരെന്ന് തോന്നുന്ന ആളുകളൊന്നുമല്ല. എന്നാൽ അവർ എല്ലാം നന്നായി ചെയ്യുന്നു. ഏറ്റവും നന്നായി പാടുന്ന ഒരു ടീം. അതുപോലെ ശാന്തരായി അവിടെ ആ പന്തലിനുള്ളിൽ താമസിക്കുന്ന ഏറ്റവും കുറച്ച് സൗകര്യങ്ങളിൽ കംപ്ലൈൻറ്റുകളില്ലാതെ ആ പന്തലിനുള്ളിൽ കിടന്ന് അവിടെ എല്ലാം വൃത്തിയായി സൂക്ഷിച്ച് സമയത്തിന് മീറ്റിങ്ങിനെത്തി അതിലേറ്റവും അച്ചടക്കത്തോടെ പങ്കെടുക്കുന്ന 5000-ലധികം ആളുകൾ. വലിയ അത്ഭുതം തോന്നി. ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി ഇറങ്ങുന്നവരെ എത്ര അതിശയകരമായാണ് ദൈവം ഉപയോഗിക്കുന്നത് എന്നോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇന്ന് 3 മീറ്റിങ്ങുകളിൽ പ്രസംഗിക്കുവാൻ കർത്താവ് സഹായിച്ചു. മഹാകുംഭ് നടക്കുകയാണ്. 40 കോടിയിലധികം ആളുകളെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. 300 കിലോമീറ്റർ വരെ നീളുന്ന ട്രാഫിക് ജാം ഉണ്ടായിരിക്കുകയാണ് എന്ന് വായിച്ചു. ബീഹാറിലും മറ്റും റെയിൽവേ സ്റ്റേഷനുകളിലെല്ലാം വലിയ തിക്കും തിരക്കും ബഹളങ്ങളും ഒക്കെയാണ്. ഇങ്ങനെ കോടിക്കണക്കിന് ആളുകൾ അവിടെ എത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ ദിവസങ്ങൾ 26-ാം തീയതി ഫെബ്രുവരി അത് തീരുന്നതുവരെ ഉപവസിച്ച് പ്രാർത്ഥിപ്പാൻ ദൈവം പ്രേരണ നൽകി. വൈകുന്നേരം ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ തന്നെ ഇന്ന് 3 പ്രസംഗങ്ങൾ ചെയ്യുവാൻ ദൈവം സഹായിച്ചു. ദൈവം ശക്തി നൽകി. ദൈവത്തിന് നന്ദി പറയും. ഭക്ഷണം ഉണ്ടാക്കുന്നവർ, അതിഥികൾക്കായി ഭക്ഷണം ഉണ്ടാക്കുന്നവർ ഏറ്റവും നന്നായി അത് ചെയ്യുന്നു. എല്ലാം കണ്ട ദൈവത്തെ സ്തുതിച്ചു. വളരെ വളരെ പാവപ്പെട്ട ആളുകൾ ആയിരുന്നു ഇവർ. എന്നാൽ ഇന്ന് എത്ര അത്ഭുതകരമായ ദൈവം അവരെ എല്ലാ തരത്തിലും ഉയർത്തി. അവരുടെ മദ്യപാനവും മറ്റു തെറ്റായ സ്വഭാവങ്ങളും മാറിയപ്പോൾ അവർക്കൊരു ലക്ഷ്യബോധമുണ്ടായി. യേശുവിനെ അറിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിന് വ്യത്യാസം വന്നു. അവർ പഠിച്ചു, കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു. ഞാൻ താമസിക്കുന്നത് ഈ ഗ്രാമത്തിലുള്ള ഒരു ഭവനത്തിലാണ്. ഇത് പാവപ്പെട്ട വീട്ടുകാരായിരുന്നു. എന്നാൽ ഇന്ന് മനോഹരമായൊരു വീട്. ഒരു മകൻ ഡോക്ടർ, മറ്റ് മക്കളും അങ്ങനെയുള്ള ജോലിക്കാർ. ഏറ്റവും നന്നായി വസ്ത്രം ധരിച്ച് ഏറ്റവും നന്നായി അവർ അവിടെ ആയിരക്കണക്കിന് ആളുകൾ എത്തിയിരിക്കുകയാണ്. ദൈവത്തിന് നന്ദി പറയുന്നു. അവരുടെ അച്ചടക്കം, അവരുടെ ദൈവസ്നേഹം, അവരുടെ ലാളിത്യ ജീവിതം, അവരുടെ സ്നേഹം, അവരുടെ ദേവദാസനോടുള്ള അവരുടെ ആദരവ് എല്ലാം കാണുമ്പോൾ കൊതി തോന്നുന്നു. എല്ലായിടത്തും ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ കടന്നു വരുവാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമാണ്. ദൈവം നൽകിയ ഒരവസരം. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ഗുജറാത്ത്, ഇത് സൗത്ത് ഗുജറാത്താണ്. എന്നാൽ നോർത്ത് ഗുജറാത്ത്, സൗരാഷ്ട്ര റീജിയൻ ഒക്കെ സുവിശേഷം എത്തിയിട്ടില്ലാത്ത ധാരാളം സ്ഥലങ്ങൾ. അവിടെ സുവിശേഷം എത്തണം.
സുവിശേഷം എത്തണമെങ്കിൽ സുവിശേഷകരെത്തണം. അവിടേക്ക് സുവിശേഷകരെ അയക്കണമേ, സുവിശേഷം എത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നാളെ അവസാന മീറ്റിംഗ്, അത് കഴിഞ്ഞാൽ മടങ്ങിപ്പോകണം. രാത്രി എയർപോർട്ടിൽ ഉറങ്ങണം. രാവിലെ പറ്റ്നയിലെത്തും. അവിടെ നിന്ന് നേരെ മോത്തിഹാരി, അവിടെ ഷെക്കേന ട്രെയിനിങ് പഠിപ്പിച്ച് വീണ്ടും രാത്രി യാത്ര ചെയ്ത് നളന്ദയിൽ ദയാവിഹാറിലെത്തണം. അവിടെ ലീഡർഷിപ്പ് ട്രെയിനിങ്ങിൽ പഠിപ്പിക്കണം. അങ്ങനെ തിരക്കുണ്ട്. എന്നാൽ അവസരങ്ങൾ ദൈവം നൽകുന്നത് കൊണ്ടാണല്ലോ തിരക്കുള്ളത്. അതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു.